ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. മൊത്തത്തിൽ എൻ്റെ വിശേഷങ്ങൾ കണ്ട് ആരും ഞെട്ടരുത് കേട്ടോ. എന്നും നമുക്കിതേ വിശേഷങ്ങളാണ്. അപ്പോൾ അതൊന്നും നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നീച്ചു, സമയം കാണിച്ചു തരുന്നില്ല, അതുകൊണ്ട് ആരും ഞെട്ടണ്ട കേട്ടോ. അപ്പോൾ നീച്ചു പിന്നെ നേരെ അങ്ങോട്ട് കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അറിയാലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ നീച്ചതും കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞു നേരെ അടുക്കളയിൽ കയറി നല്ലൊരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. ചായ എല്ലാം കുടിച്ചു നേരെ അടുക്കളയ്ക്ക് പോയി പെട്ടെന്ന് ചോറ് വെച്ചു. അപ്പോൾ ചോറ് ശിവേട്ടന് കൊണ്ടുപോകാനാണ്. അപ്പോൾ ശിവേട്ടന് ചോറ് കൊണ്ടുപോകാൻ നമ്മൾ ചോറായതും ഇങ്ങനെ ആറാൻ വെക്കും കേട്ടോ. കാരണം കാരേജ് കൊണ്ടുപോകണമെന്നില്ല, അപ്പോൾ ചൂടോടെ ചോറാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ചോറൊക്കെ ആറാൻ വെച്ചിട്ടാണ് ശിവേട്ടൻ്റെ കാരേജ് പാത്രത്തിലാക്കുക. അപ്പോൾ ശിവേട്ടൻ്റെ കാരേജ് പാത്രം കണ്ട ആരും ഞെട്ടരുത് കേട്ടോ. കാണിച്ചു തരാം ശിവേട്ടൻ്റെ പാത്രം. അപ്പോൾ ഇതാണ് ശിവേട്ടൻ്റെ കാരേജ് കേട്ടോ. ഇങ്ങനെ 3 തട്ടുള്ള പാത്രമാണ് നമ്മുടെ ശിവേട്ടൻ ചോറ് കൊണ്ടുപോകുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ചൂടാറി ഇനി വേഗം നമുക്ക് ചോറ് അതിനകത്ത് ആക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിൽ സാധാരണ നമ്മൾ ചോറാക്കും നമ്മൾ. പിന്നെ അതിൻ്റെ മേലത്തെ തട്ടിൽ കുറച്ച് ചോറാക്കും, അത് മോരും ചോറിനാണ്. ആ സമയം കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കി. അപ്പോൾ ശിവേട്ടന് വെണ്ടയ്ക്ക് ഉപ്പേരിയാണ് വെച്ചത്. അപ്പോൾ ശിവേട്ടൻ ദോശയുടെ കൂടെ എന്താണ് നമ്മൾ രാവിലെ ഉപ്പേരി വെച്ചാൽ അതും കുറച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ദോശയും തക്കാളിക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ തക്കാളിക്കറി ആകുമ്പോൾ ശിവേട്ടൻ വെയിറ്റിംഗ് ആണ്, തക്കാളിക്കറി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക് ഉപ്പേരി അവിടെ നിന്ന് ശിവേട്ടൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3ാമത്തെ തട്ടിൽ വെണ്ടയ്ക്ക് ഉപ്പേരി നമ്മളാക്കി കേട്ടോ. അപ്പോൾ ആദ്യം പ്ലെയിൻ ചോറാണ്, പിന്നെ 2ാമത്തെ തട്ടിൽ ചോറും മോരും കുറച്ച് ഉപ്പിട്ടിളക്കും. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഇടട്ടോ. അപ്പോൾ ഇന്ന് ഉള്ളി ഇല്ല, ഉള്ളി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കുറച്ച് ഉള്ളിയും കൂടെ നുറുക്കിയിടും, ചെറിയ ഉള്ളിയോ ഏതാച്ചാൽ ഉള്ളത് വെച്ചാൽ അത് നുറുക്കിയിടും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കടുക് വറുത്തിടും കേട്ടോ. അങ്ങനെയാണ് ശിവേട്ടന് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറും കൊടുത്തയക്കും. അപ്പോൾ ഇന്ന് അച്ചാറ് കിട്ടിയില്ല, കാരണം അച്ചാറ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്ന് രാവിലെ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല എനിക്ക് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടാവും ശിവേട്ടൻ്റെ കൂടെ. അപ്പോൾ സാധാരണ ചോറാക്കി പിന്നെ മോരും ചോറാക്കി. ഇതിനകത്ത് ഞാനൊരു ചെറിയ പാത്രത്തിൽ എന്തെങ്കിലും അച്ചാറാക്കാറില്ല. ഇന്നിപ്പോൾ അച്ചാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അച്ചാറാക്കിയിട്ടില്ല. പിന്നെ വെണ്ടയ്ക്ക് ഉപ്പേരി ആക്കി. അപ്പോൾ ആ കാരേജ് അടച്ചു വെച്ചു. പിന്നെ ഞാൻ രസമാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേറൊരു പാത്രത്തിൽ രസവും കൂടെ നമ്മൾ ആക്കി കൊടുത്തു. ഞങ്ങളുടെ വീടൊക്കെ പഴയതാണ് കേട്ടോ, അപ്പോൾ ഒന്നും വിചാരിക്കരുത്. വീടൊക്കെ ഭയങ്കര പഴയ വീടാണ് കേട്ടോ. എല്ലാവർക്കും വീടുകളൊക്കെ കണ്ടറിയാം. ഒത്തിരി പഴയ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായൊരു ചന്തയൊക്കെയാണ് ആ വീട്ടിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ശിവേട്ടൻ കൊണ്ടുപോകുന്നത് ചായയാണ് കേട്ടോ. 10 മണിക്ക് കുടിക്കാനുള്ള ചായ കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തയക്കും ഫ്ലാസ്കിനകത്ത്. അപ്പോൾ ചായ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കാരേജ് വെച്ചു. പിന്നെ 3 കുപ്പി വെള്ളമാണ് ശിവേട്ടൻ കുടിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ശിവേട്ടൻ കൊണ്ടുപോകണ ആ ഒരു പാത്രം, സഞ്ചി കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ഇങ്ങനെ തിന്നുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് കൊടുത്തതാണ് കേട്ടോ. അതന്നെ ഈ എന്താ തിന്നുന്ന അറിയോ, ഈ കന്നിക്കൂർക്കയുടെ ഇലയില്ലേ അത് തിന്നുകയാണ്. അപ്പോൾ എനിക്കതിൻ്റെ സൗണ്ട് കേട്ടാൽ ദേഷ്യം വരും. അപ്പോൾ എൻ്റെ ചെവിടെ അടുത്ത് വന്നിട്ട് ആ ഇല ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ഞാനൊരു പിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഏറ്റവും വലിയ പണിയാണ് നമ്മുടെ ശിവേട്ടനെ പറഞ്ഞാൽ. കാരണം കാരേജ്, 3 കുപ്പി വെള്ളം, ചായ, ആൾ വല്ല ടൂറ് പോകണതിയാണ് പണിക്ക് പോകണത് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ ഇങ്ങനെ ശിവേട്ടനെ യാത്ര അയക്കും. ടാറ്റയൊന്നും കൊടുക്കില്ല കേട്ടോ. എന്നാലും ശിവേട്ടൻ പോകുമ്പോൾ പിന്നാലെ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു നാട്ടുവിശേഷം പറയും. അപ്പോൾ അങ്ങനെ ശിവേട്ടൻ വർക്കിന് പോയി. പിന്നെ മക്കൾ നീച്ചു വന്നപ്പോൾ മക്കൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരുടെയും കൂടിയൊക്കെ കഴിഞ്ഞു. മകളാണെങ്കിൽ വല്ല കല്യാണത്തിന് പോകണമെങ്കിൽ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പിള്ളേർക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർ മാഗി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പം അച്ചുവിനെ പിന്നെ അറിയാലോ, വെറുതെ ഇങ്ങനെ ഓരോ കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കഴിക്കുമ്പോഴും അതെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അച്ചു അവൾക്ക് എന്ത് കിട്ടിയാലും അവളൊരു വായ കിച്ചുവിന് കൊടുക്കും കേട്ടോ. കിച്ചുവിന് കൊടുത്തിട്ടാണ് അവൾ കഴിക്കാറ്. അപ്പോൾ ഇന്ന് അവൻ പറയണം വേണ്ട നിൻ്റെ വേണ്ടെന്ന്, കാരണം ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും കൊടുക്കണമല്ലോ. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയാണ് കേട്ടോ. ശിവേട്ടൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്മേനെ അവിടെ ഇരിക്കുമ്പോൾ അന്ന് ചെയ്യണം. അപ്പം ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ടിഫൻ കഴിച്ചു കേട്ടോ. ഞാൻ ടിഫൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു സ്വീറ്റാണ് ഇവിടുത്തെ. ഇതിൻ്റെ പേരാണ് അരസൽ എന്ന് പറയും കേട്ടോ. ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു സംഭവം. ഈ ഒരു സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരസലാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ടിഫനൊക്കെ കഴിച്ചു, അത് കാണിച്ചു തരാൻ മറന്നുപോയി. ടിഫൻ ഞാനും കഴിച്ചു. ദോശയും തക്കാളിക്കറിയായിരുന്നു ഞാൻ കഴിച്ചു. അത് കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ലൈവൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, ഞാൻ ലൈവ് സാധാരണ 10 മണിക്കാണ് തുടങ്ങാറ്. അപ്പോൾ ഈ അരസലെല്ലാം കഴിച്ചിട്ട് ഞാൻ 10:30ക്കാണ് ലൈവ് തുടങ്ങിയത് കേട്ടോ. ഇതാണ് അരസൽ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംക്രാന്തി, അതായത് പൊങ്കൽ സമയത്ത് ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കും കേട്ടോ. അതെന്തോ ഒരു പ്രത്യേകതയാണ്. പൊങ്കലിന് എല്ലാവരും വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ പൊങ്കൽ കഴിഞ്ഞല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങിയാൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ അരസലും ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കരുത്, കഴിച്ചിട്ട് വേണം ലൈവ് ഇടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു, രസവും
വെണ്ടയ്ക്ക ഉപ്പേരിയും കൂട്ടിയ ചോറൊക്കെ ഉണ്ടു. അതും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കരമാരി ഞെട്ടണ്ട വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ എൻ്റെ കെട്ടിയവൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴുതിനിങ്ങ ബജ്ജി കൊണ്ടുവന്നു. എനിക്ക് വഴുതിനിങ്ങയിൽ ആരോ കൂടെ ഉത്തരം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതിനിങ്ങ ബജ്ജി. അപ്പോൾ ശിവേട്ടൻ വരുമ്പോൾ വഴുതിനിങ്ങ ബജ്ജി കൊണ്ടുവന്നു. ആ ബജ്ജിക്കകത്ത് അങ്ങനെ ഉള്ളിയും പിന്നെ എന്തൊക്കെയോ ഒരു തരം മസാലയൊക്കെ ഇട്ടതാണ് ബജ്ജി. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചട്നി കിട്ടും. ജമ്മോ എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയാം, പൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എന്നും വഴുതിരിങ്ങ ബജ്ജി, അതായത് എല്ലാ ശനിയാഴ്ചയും കൊണ്ടുവരും. അപ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചയും വഴുതിരിങ്ങ ബജ്ജിയെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബജ്ജി എല്ലാം കഴിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോഴാണ് അതിലേറെ സംഭവമായത്. ഞാൻ പുറത്തുനിന്ന് നൂഡിൽസ് കൊണ്ടുവരിച്ചു കേട്ടോ. ശിവേട്ടൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി തന്നു. മക്കളും ശിവേട്ടനൊക്കെ പൊറോട്ട കഴിച്ചു. അപ്പോൾ എനിക്ക് പൊറോട്ട അത്ര വേണ്ട, അത്ര ഇഷ്ടമല്ല. കാരണം ഇവിടുത്തെ പൊറോട്ടയ്ക്ക് എനിക്ക് അത്ര താല്പര്യമില്ല. നാട്ടിൽ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുത്തെ അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് നൂഡിൽസ് കഴിച്ചു. അപ്പം എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ള ഈ സമയത്ത്, ഈശ്വര ഭഗവാനെ ഇന്ന് കണ്ടവനെ തന്നെ നാളെയും കാണണേന്ന്. എനിക്ക് എന്ത് തിന്നാൻ കിട്ടില്ല അപ്പം വിചാരിക്കും, ഭഗവാനെ ഇന്ന് ഞാൻ ആരുടെ മുഖത്താണ് രാവിലെ നീച്ചത് നോക്കിയത്, അവരെന്നും കാണും. ചിലപ്പോൾ ഞാൻ ശിവേട്ടനെ കാണും, ചിലപ്പോൾ കിച്ചുവിനെ കാണും, ചിലപ്പോൾ അച്ചുവിനെ കാണും. അപ്പം ഇന്ന് കണ്ട ആളെ എന്നും കാണുന്ന ഒറ്റ പ്രാർത്ഥനയോട് വീഡിയോ